ഇതുപോലെ കൂട്ടുകാരുമൊക്കെ ഒത്ത് ഒരു ചായയും കടിയും ഒക്കെ കഴിച്ച് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണോ നിങ്ങൾ? നൈറ്റ് ലൈഫ് അടിച്ചു പൊളിക്കാൻ ചൂടൻ ചായ അല്ലെങ്കിൽ പിന്നെ കാപ്പി, പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണിക്കുന്ന ഫേവറിറ്റ് ഫുഡ് സ്പോട്ടിലേക്ക് ഒരു യാത്ര, എല്ലാം കഴിഞ്ഞ് നേരം പുലരാൻ മണിക്കൂറുകൾക്ക് മുൻപേ റൂമിലെത്തും. പിന്നെ ഉറക്കവുമായൊരു മൽപ്പിടുത്തമാണ്. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. സത്യത്തിൽ ആദ്യമൊക്കെ രസമാണെങ്കിലും പിന്നീടുള്ള ജീവിതത്തിൽ റെസ്റ്ററേറ്റീവ് സ്ലീപ്പ് ഡിപ്രിവേഷൻ, അനീമിയ, ഒബേസിറ്റി, ഫാറ്റി ലിവർ, ആസിഡ് റിഫ്ലെക്സ്, ഇൻഡൈജഷൻ, കാർഡിയാക് ഇഷ്യൂസ് മുതൽ ഡിപ്രഷൻ വരെ എത്രയോ കാര്യങ്ങൾ പുറകെ വരുമെന്ന് നിങ്ങൾക്കറിയാമോ? അത്ര നിസ്സാരമല്ല വൈകുന്നേരം 4 മണിക്ക് ശേഷമൊക്കെയുള്ള ഈ ചായ കൂടി. ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഡോക്ടർ ഗ്രീഷ്മ എസ് നിങ്ങളോട് പറയും. നൈറ്റിൽ കൂടുതലായിട്ട് ഈ ടീ കോഫിയുടെ ഉപയോഗം അതിലടങ്ങിയിരിക്കുന്ന കഫീൻ അവരുടെ ഉറക്കത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതെ അതൊരു ഡിപ്രഷനിലേക്ക് പോകുന്നതുണ്ട്. അതുപോലെ തന്നെ ലേറ്റായിട്ട് ഈ സ്നാക്സ് എടുക്കുന്നത്, അതിൽ ഇപ്പം ഈ നൈറ്റിൽ അവർ കൂടുതലും ഷോപ്സിൽ നിന്നൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ എടുക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഈ എണ്ണ ഓവറായിട്ട് ഹീറ്റായി കിടക്കുകയാണ്. അപ്പോൾ അത് ഒത്തിരി കെമിക്കൽ ചേഞ്ചസ് ഓയിൽസിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിലുള്ള ആ കെമിക്കൽ ചേഞ്ചസ് എല്ലാം ചീത്ത കൊളസ്ട്രോൾ കൂട്ടുന്നു. അതുപോലെ തന്നെ ക്യാൻസർ ഇഷ്യൂസ് കൂടുന്നു. ഹാർട്ട് ഡിസീസസ് അതുകൊണ്ട് വളരെയധികം കൂടി വരുന്നുണ്ട്. അതുപോലെ അമിതവണ്ണം കൂടിയിട്ട് പലരും പെട്ടെന്ന് തന്നെ ഡയബറ്റിക് ആവുന്നു. അതുപോലെ സ്ട്രോക്ക് നേരത്തെയായിട്ട് വരുന്നു. ഇതെല്ലാം വളരെയധികം ഫാറ്റി ലിവർ ഇഷ്യൂസ് കൂടി വരുന്നു. ഇതെല്ലാം ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുന്നത്. അപ്പം അവർക്ക് ഇപ്പം നൈറ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് അവർക്ക് ഓപ്ഷൻസ് മാറ്റാൻ പറ്റും. ഇപ്പം ടീ കോഫി എടുക്കുന്നതിന് പകരം അവർക്ക് വാം വാട്ടർ കുടിക്കുകയോ അതുപോലെ ഫ്രൂട്ട്സ് എടുക്കുകയോ അതുപോലെ ഹെൽത്തി സ്നാക്കിംഗ് ആയിട്ട് നട്ട്സിനെയൊക്കെ എടുത്ത് അങ്ങനെ അവരൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഉറക്കം നമുക്ക് വേണ്ടുന്നത് ഒരു 7 to 8 hours എന്നുള്ളത് മസ്റ്റായിട്ട് വേണ്ടുന്നതാണ്. ഇതിന് സമയം കൂടി ഉണ്ടല്ലോ അല്ലേ? സമയം നമ്മൾ എന്നും ഒരു സമയത്ത് തന്നെ ഉറങ്ങി ശീലിച്ചാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മാറ്റി വെച്ചെങ്കിലേ നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉറക്കം കിട്ടാതെ പലരും ഈ ഒരു മാനസിക സമ്മർദ്ദം കൂടിയിട്ടുള്ള ഉറക്കം കിട്ടാതെ ആ ഡിപ്രഷനിലേക്ക് കൂടി വരുന്നുണ്ട്. അപ്പം ഇത് ഒത്തിരി ആരോഗ്യ പ്രശ്നം കൗമാരക്കാരുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അന്യസംസ്ഥാന ജോലിക്കാരാണ് കൂടുതലും കടകളിലുള്ളത്. ഇവരുടെ ഒരു ഹെൽത്ത് ചെക്കപ്പോ അല്ലാതെ ഇവരുടെ ഒരു ഡെയിലി റുട്ടീൻസ് എങ്ങനെയാണെന്നുള്ളത് ആരും പ്രോപ്പറായിട്ട് നോക്കുന്നില്ല. അപ്പം അത് ഇവരുടെ ഹൈജീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകും. മലയാളികൾക്ക് പോലും നമ്മൾ അങ്ങനെ ഹെൽത്ത് ചെക്കപ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം ഇവര് തന്നെ ഇവരുടെ കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ ജോണ്ടിസ് ഇതുപോലുള്ള ടൈഫോയിഡ് ഇതൊക്കെ ഇപ്പം ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അതിൻ്റെ ഒരു മന്ത്ലി ചെക്കപ്പ് പോലെ അവരുടെ ഹെൽത്ത് ചെക്കപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ടൈഫോയിഡ് വാക്സിനൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് അങ്ങനെയുള്ള രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് പോകുന്നതുകൊണ്ട് അത് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരത്തില്ല. അതേസമയം വെളിയിലുള്ള പല ഷോപ്പുകളിലും പ്രോപ്പറായിട്ടൊരു സ്റ്റാഫ് ഹെൽത്ത് ചെക്കപ്പോ ഒന്നും നടക്കുന്നില്ല. ഇത് വളരെയധികം ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഇപ്പം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്നും ഒരേ രീതിയിൽ ഇങ്ങനെ ഈ ടൈമിൽ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി സിസ്റ്റം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് സിസ്റ്റം നമ്മൾ ബോഡി ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതിന് എല്ലാ ചേഞ്ചും വരുമ്പം അത് ഒത്തിരി ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഇപ്പം കൗമാരക്കാരുടെ ഇടയിൽ ഹാർട്ട് ഡിസീസ് ഭയങ്കര കൂടുതലാണ്. ഹാർട്ട് അറ്റാക്ക് ഏറി വരുന്നത് കൗമാരക്കാരിലാണ്. അപ്പോൾ ഇത് വളരെയധികം അവരുടെ ഈ നൈറ്റ് ലൈഫിലുള്ള സ്നാക്കിങ്ങും കഫീൻ പോലുള്ള ഇതിൻ്റെ ഉപയോഗം കൂടിയിട്ട് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. നമുക്ക് നൈറ്റ് ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം കുറച്ച് ഫാമിലീസുമായിട്ട് കുറച്ച് ഒരു എൻജോയ്മെൻറ്റ്സ് ആകാം. അതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരത്തെ ആയിട്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വരിക. അതുപോലെ തന്നെ ടീ കോഫി ഒക്കെ ആഫ്റ്റർ 6 എടുക്കാത്ത രീതിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഒരു വാക്കിങ്ങിലോ അതുപോലെ തന്നെ ജിമ്മ് പോലെ ഉള്ളിടത്ത് ഒക്കെ പോയി നമുക്ക് ആ ഒരു നൈറ്റ് റുട്ടീനിനെ നമുക്ക് ഒന്നും കൂടി ഹെൽത്തി ആക്കാൻ പറ്റും.
അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇപ്പം ഒരു വാക്കിങ് ഇപ്പം വിത്ത് ഫ്രണ്ട്സോ, അതുപോലെ തന്നെ സ്നാക്കിംഗ് ആണെങ്കിലും എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ടും, അതുപോലെ തന്നെ ഹെർബൽ ടീസ് പോലുള്ളത് എടുത്താലും അത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് നമുക്ക് ആ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് കുറയ്ക്കാനും പറ്റും. ഒരു 11 മണിക്ക് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 6 PM വരെ ആവുന്നത് ആ 11 to 6 എന്നുള്ളതിൽ ആ ഒരു ടൈം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ടൈമിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു 7 to 8 hours എങ്കിലും മസ്റ്റായിട്ട് ഉറങ്ങുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ആ നമ്മുടെ ബോഡി ക്ലോക്ക് അതിനോട് സെറ്റാവും. എന്നും ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. അപ്പം അത് ഈ ഗാഡ്ജറ്റ്സ് പോലത്തേത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും മാറ്റി വയ്ക്കാൻ നോക്കുക. കുറച്ചും കൂടെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിലും അതും നമ്മുടെ ഉറക്കത്തെ കൂട്ടാനായിട്ട് സഹായിക്കും. നല്ലൊരു ഉറക്കത്തിലൂടെ തന്നെ മാത്രമേ നമുക്കൊരു നല്ലൊരു മോർണിംഗ്, അതുപോലെ തന്നെ നല്ലൊരു ആരോഗ്യവും നമുക്കുണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ കേട്ടല്ലോ, നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തോളൂ, നമ്മൾ ആരും അതിനെതിരല്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അടുത്ത തവണ ചായ കുടിക്കാൻ പോകുമ്പോഴേക്കും.